ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇതേപോലെ ഐസ്ക്രീമിൻ്റെ ആ ഒരു കപ്പിൻ്റെ ക്യാപ്പ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഇതുപോലൊരു ബ്ലൂ കളറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എന്താണ് ക്രാഫ്റ്റ് നോക്കിയിട്ട് നമുക്ക് കളറൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ 3 ക്യാപ്പാണ് കേട്ടോ എടുത്തത്. 3 ക്യാപ്പിലും ബ്ലൂ കളറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായൊരു ക്രാഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പെയിൻ്റൊക്കെ ചെയ്താൽ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ ഇത് 2 ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്തത്. പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ദിവസമാണ് ഇതിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള വർക്കൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇടയ്ക്ക് എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അതുപോലെ 3 പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പം വേറൊരു ദിവസമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അത് ചെയ്ത് വെച്ചിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ബാക്കി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സെൻറ്ററിലായിട്ട് ഞാനൊരു മിററാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മിറർ ഉള്ളതുകൊണ്ട് അത് ചെയ്ത് കൊടുത്തു. പിന്നെ അതാ ഞാൻ കുറച്ച് മത്തൻകുരുവാണ് കേട്ടോ എടുത്തത്. അത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് സെൻറ്റർ പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാ നമ്മൾ മത്തൻകുരൊക്കെ ഒട്ടിച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഫെവി ബോണ്ട് വെച്ചിട്ടൊന്ന് ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗണ്ണാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫെവി ബോണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഒന്ന് ഉണങ്ങി വരാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലൊരു ത്രെഡ് എടുത്തിട്ടൊരു ഹാങ്ങിങ് ചെയ്തെടുക്കണം. താഴേക്ക് ഒരു ഹാങ്ങിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാങ്ങിങ് ഒന്ന് ഇതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കണം. ബാക്ക് സൈഡിൽ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്.
അതേപോലെ തന്നെ മുകളിലും ഇതേപോലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.